നീയല്ലോ. ഏടകളിൽ പാപം ഏതും ചുമക്കുന്ന ഏക കർത്താവീനു സാദരം നാം പാടുന്നു. ഹല്ലേലൂയ ഗീതം പാടുവോ, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവർ അതുകണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. ഇന്നത്തെ വചനം ദൈവത്തിൻ്റെ മഹത്വത്തെയും അവൻ്റെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവിക ശക്തിയെയും വെളിവാക്കുന്നു. രാജാക്കന്മാർ യെരുശലേം നഗരത്തെ ആക്രമിക്കുവാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഭയപ്പെട്ടു പോയി. ഇതൊരു ചരിത്ര സംഭവത്തേക്കാൾ ഒരു ആത്മീയ സത്യം കൂടി വെളിവാക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ശത്രുക്കൾ നിലനിൽക്കുകയില്ല. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവർ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ശത്രുക്കൾ കണ്ടത് വലിയ മതിലുകളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കും. അവർ പെട്ടെന്ന് ഓടിപ്പോയി. ദൈവം പ്രവർത്തിച്ചപ്പോൾ ശത്രുക്കൾക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നവനാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആരും നമ്മെ തോൽപ്പിക്കുകയില്ല. ശത്രുക്കൾ നമ്മുടെ ശക്തി കണ്ടല്ല ഭയപ്പെടുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ലോകം അത്ഭുതപ്പെടാം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം, അവനിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവൻ നമ്മെ സംരക്ഷിക്കുകയും പുലർത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സംരക്ഷണയിൽ ദിനം പ്രതി ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.